PK ദാസ് സാർ എന്ന ഞങ്ങളൊക്കെ അപ്പൂട്ടൻ എന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും ശക്തമായ ഒരു പ്രസ്ഥാനം ഒരാൾക്കും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ അത് 36 തൊട്ട് 40 വരെ സ്ഥാപനങ്ങളായി. വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ മേഖലയിലും, അത് ലോ ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, എൻജിനീയറിംഗ് ആയിക്കോട്ടെ, മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, അത് ITI ആയിക്കോട്ടെ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കോഴ്സ് ആയിക്കോട്ടെ, കേരളത്തിലേക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് രംഗത്തെ ആദ്യ കോഴ്സാണ് AME എന്ന് പറഞ്ഞിട്ട് സാറ് തുടക്കമിട്ട കോയമ്പത്തൂർ കുനിയമുത്തൂരിലെ സ്ഥാപനം. അത് പിന്നീട് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസായി, അത് മെഡിക്കൽ കോളേജുകളായി, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിൻ്റെ കോളേജുകളായി, മാനേജ്മെൻറ്റ് കോളേജുകളായി, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളായി. അപ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ഉദ്യമത്തിൽ സാറിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ കേരളത്തിലെ പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയർമാരും നിർമ്മാണം ചെയ്യുന്ന എഞ്ചിനീയർമാരുടെ സംഘടനയായ രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി സാറിൻ്റെ ഓർമ്മകൾ എഞ്ചിനീയർമാരെ പ്രോത്സാഹിപ്പിച്ച സാറിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്ര ശിരസ്കനായി.